വാ മ്യൂറൽ വരക്കാൻ പഠിപ്പിക്കാം. മ്യൂറലിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു സാധനമാണ് ചെവിപ്പൂവ്. ഇത് നമുക്ക് മ്യൂറൽ ക്യാൻവാസിൽ മാത്രമല്ല, സാരിയിലോ കുർത്തിയിലോ പോട്ടിലോ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം ഒരു 10 സെൻറ്റിമീറ്റർ വര വരയ്ക്കുക. അതിൻ്റെ ഒറ്റ നടുവിലൂടെ വേറൊരു വര വരയ്ക്കുക. ഇപ്പോൾ 2 ഈക്വൽ പാർട്ടായി, 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ കുത്തനെ വരച്ച വരയിൽ വീണ്ടും ഒരു 5 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടറ്റത്തു നിന്നും ഈ 5 സെൻറ്റിമീറ്ററിലേക്ക് ചേർത്തൊരു വര വരയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെവിപ്പൂവ് വരയ്ക്കാൻ പോകുന്നത്. ഇനി ചെവിപ്പൂവ് വരയ്ക്കാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റില്ല. ഇത് കുറച്ച് കൈ വഴങ്ങിയൊക്കെ വരക്കേണ്ട കാര്യമാണ്. ഞാൻ മ്യൂറൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ചീത്ത കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ചെവിപ്പൂവ് വരയ്ക്കുന്നതിന്. പക്ഷേ അത്ര ചീത്ത കേട്ടോണ്ടാണോയെന്നറിയില്ല, എനിക്ക് ഈ ചെവിപ്പൂവ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഓരോരോ പെറ്റൽസ് ആയിട്ട് വരക്കണം. 2 ഭാഗത്തും ഈക്വൽ ആയിരിക്കണം പെറ്റൽസ്. അതുപോലെ അറ്റം നേർപ്പിച്ചും അതുപോലെ നടുവിലുള്ള ഭാഗം കുറച്ച് വികസിപ്പിച്ചുമുള്ള ഒരു പെറ്റൽസ് ആയിരിക്കണം വരക്കേണ്ടത്. നമ്മുടെ താമരയുടെയൊക്കെ ഒരു പെറ്റലില്ലേ, ഏകദേശം അതിൻ്റെ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ ചെവിപ്പൂവ് വരക്കേണ്ടത്. ഇതുപോലെ ഒരു സൈഡിൽ 3 ഭാഗം, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും 3 പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വരക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് കൂടി വരക്കണം. അതും എല്ലാ മ്യൂറലിലൊന്നും ഈ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് കാണാറില്ല. പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിച്ചായിട്ട് നമുക്ക് ഈ ചെവിപ്പൂവ് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചെവിപ്പൂവ് ഭയങ്കര ഇഷ്ടമാണ് കാണാനും വരയ്ക്കാനും. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഈ ചെവിപ്പൂവാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് മ്യൂറലിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അതേപോലെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഗതി, ചെവിപ്പൂവ്. ഇനി ഇതിനെ നമുക്ക് കളർ ചെയ്യാം. ആദ്യം എല്ലാ മ്യൂറലിലും ചെയ്യുന്നത് പോലെ യെല്ലോ വാഷാണ് വേണ്ടത്. ഒക്കർ യെല്ലോ വളരെ കുറച്ചെടുത്തിട്ട് ഒരുപാട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വാഷ് ചെയ്യണം. ഇത് എല്ലാത്തിനും ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ കളറ് സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് യെല്ലോ വാഷ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭയങ്കര ഡാർക്ക് ആവാനോ എന്നാൽ ഭയങ്കര ലൈറ്റ് ആവാനോ പാടില്ല. അതിനൊരു മീഡിയം കളറിൽ വേണം അത് നിൽക്കാൻ. ഇത് കാണുന്നതിനിടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എനിക്കറിയാവുന്ന പോലെ. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറക്കരുത് കേട്ടോ. അതിനുശേഷം ഇനി നമ്മൾ ഓരോ പെറ്റൽസ് വേർതിരിക്കാൻ പോവുകയാണ്. ഈവൻ ആയിട്ടുള്ള പെറ്റൽസിന് നമ്മൾ ഗോൾഡൻ കളർ, അതായത് ഒക്കർ യെല്ലോ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നടുവിലുള്ള പെറ്റൽ ഒക്കർ യെല്ലോ കളർ കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിടവിട്ടിട്ടുള്ള പെറ്റൽസും ഇതേപോലെ ഒക്കർ യെല്ലോ കൊണ്ട് ഒന്ന് ബോർഡർ ചെയ്ത് സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഈ ബോർഡർ ചെയ്ത് സ്മഡ്ജ് ചെയ്തെടുക്കുന്നത്. അതേപോലെ നമ്മൾ ഉള്ളിൽ കൊടുത്ത പെറ്റൽസ് മുഴുവനും നമ്മൾ ഒക്കർ യെല്ലോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അത് മുഴുവനും ഇതുപോലെ ഒക്കർ യെല്ലോ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്രീൻ കളർ വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ആ കളറ്, അതായത് ആ പെറ്റൽസ് നമ്മൾ ഒന്ന് ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് സ്മഡ്ജ് ചെയ്തെടുക്കുക. ഒന്ന് വാഷ് ചെയ്തെടുക്കുക ആദ്യം, അതിനുശേഷം ഔട്ട്ലൈൻ ചെയ്ത് സ്മഡ്ജ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇടവിട്ടിട്ടുള്ള ഈ പെറ്റൽസും നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് മുഴുവനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് തീർന്നില്ല, ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഇതിങ്ങനെ തെളിഞ്ഞ് വരും. ഞാൻ പറഞ്ഞില്ലേ, മ്യൂറൽ എപ്പോഴും തെളിഞ്ഞ് വരികയാണ് ചെയ്യുക. ഇനി നമ്മുടെ ഒക്കർ യെല്ലോൻ്റെ കൂടെ ഇത്തിരി റെഡ് ആഡ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡാക്കി എടുക്കുക. അതിനുശേഷം ഈ വരക്കുന്നത് പോലെ ഔട്ട്ലൈൻ ചെയ്ത് മറ്റൊരു ബ്രഷിൽ ഇത്തിരി വെള്ളം ആക്കിയിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് എടുക്കുക. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഈ എല്ലാ ഒക്കർ യെല്ലോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച പെറ്റൽസിനും ഈ സെയിം പ്രൊസീജിയർ ചെയ്യാം. ഇപ്പം നമ്മൾ വിചാരിക്കും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും ഇത് തെളിഞ്ഞ് വരാൻ ഒരുപാടുണ്ട്. അപ്പോൾ സെയിം പ്രൊസീജിയർ നമ്മൾ ആ ഔട്ടറിലുള്ള ആ ഒരു പെറ്റൽസിനും നമ്മൾ ചെയ്യണം. ഇത് എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നോ അത്രയും ഭംഗിയായിട്ട് വരും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ വീണ്ടും അതൊന്ന് ഡ്രൈ ആവാൻ വിട്ടിട്ട് നമ്മൾ ഗ്രീനിലേക്ക് കിടക്കാം. ഗ്രീൻ ഇതുപോലെ തന്നെ നമ്മുടെ സാപ്പ് ഗ്രീൻ ഇത്തിരി റെഡ് ആഡ് ചെയ്ത് ഡാർക്കൺ ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്ത് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് എടുക്കണം.
എപ്പോഴും പറയുന്ന പോലെ ഈ ഗ്രീൻ എൻ്റെ ഒബ്സഷനാണ്. എനിക്ക് ഈ ഗ്രീൻ എപ്പം ചെയ്യുന്നത് കാണുമ്പോഴും ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതും ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമ്മൾ വീണ്ടും ഡ്രൈ ആയിട്ടുള്ള ആ ഒക്കർ യെല്ലോ ചെയ്ത് വെച്ചിട്ടുള്ള പെറ്റൽസ് വീണ്ടും നമ്മൾ ഡാർക്കാക്കി കൊടുക്കുകയാണ്. സെയിം ഒക്കർ യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഇത്തിരിയും കൂടി ഡാർക്കണാക്കിയിട്ട് അത് ഡ്രൈ ആകാൻ വിട്ടിട്ട് നമ്മൾ വീണ്ടും ഇനി നമ്മൾ ഗ്രീൻ വീണ്ടും ചെയ്യണം. അങ്ങനെ നമുക്ക് നമ്മുടെ കളറ് എത്രത്തോളം എറിച്ച് നിൽക്കണം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു, എത്രത്തോളം അട്രാക്റ്റീവ് ആവണം, എത്രത്തോളം ബ്രൈറ്റ് ആവണം എന്ന് നമുക്ക് തോന്നുന്നു, അതുവരെ നമുക്ക് ഈ ഷെയ്ഡിങ് പ്രൊസീജിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കാം. കാരണം നമുക്ക് എത്ര ചെയ്താലും നമുക്കൊരു മതിയാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഈ സാപ്പ് ഗ്രീൻ വീണ്ടും നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എന്തൊരു ഭംഗിയായിട്ടാണ് ഈ ഷെയ്ഡ്സൊക്കെ വരുന്നതെന്ന്. ഇത് ഞാൻ നല്ലൊരു ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ല ടെക്സ്റ്റേർഡ് ആയിട്ടൊക്കെ ഇരിക്കും, ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ഇത് നമുക്ക് ക്യാൻവാസിൽ മാത്രമല്ല കേട്ടോ, എല്ലാം സാരി, പോട്ട്, കുർത്തി എല്ലായിടെയും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഫൈനൽ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ സന്തോഷം തരുന്നൊരു ഭാഗം ഔട്ട്ലൈൻ. നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇന്ത്യൻ ഇങ്കാണ് നമ്മൾ അല്ലാത്ത പക്ഷം യൂസ് ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, അക്രലിക്. ഇത് വെച്ചിട്ട് നമ്മൾ മുഴുവനും ഔട്ട്ലൈൻ ചെയ്ത് വിടുക. നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരും. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.